ഗാസയിലും ലബനനിലും ഭീകരർക്കെതിരെ ഇസ്രയേലിന്റെ സൈനിക നടപടി. റഫ അതിർത്തിയിൽ ടണലിൽ കഴിഞ്ഞിരുന്ന 6 ഹമാസ് ഭീകരരെ വധിച്ചു. ദക്ഷിണ ലബനൻ അതിർത്തിയോട് ചേർന്ന് ഹമാസ് ഭീകര പരിശീലന കേന്ദ്രത്തിലെ 13 പേരും സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ലബനനിലെ ഐൻ അൽ ഹിൽവയിലെ ക്യാമ്പിലാണ് സൈനിക നടപടി ഉണ്ടായത്. ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്കെതിരെ ലബനൻ കേന്ദ്രീകരിച്ച ആക്രമണത്തിന് നേതൃത്വം നൽകിയ ജവാദ് സിദ്ദവിയെ ഉൾപ്പെടെ വധിച്ചു എന്നുള്ളതാണ്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ശക്തമായ സൈനിക നടപടിയാണ് ഇസ്രയേൽ നടത്തിയത് എന്നുള്ളതാണ്. അത് ഗാസയിലായാലും ലബനനിലായാലും സ്ഥിതി വ്യത്യസ്തമല്ല. നിരവധി ഭീകരരെ വധിച്ചിട്ടുണ്ട്. പറയൂ ഐസൻ. തീർച്ചയായും രാഖി, ഇന്ന് ശക്തമായൊരു സൈനിക നടപടിയാണ് ഉണ്ടായത്. ഈ സൈനിക നടപടിയിലാണ് കർശനമായ നടപടികളുടെ ഭാഗമായി നിരവധി ഇത്തരത്തിലുള്ള ഭീകരരെ കൊലപ്പെടുത്തുന്ന ഒരു നീക്കമുണ്ടായത്. ലബനനിൽ 9ഓളം ഭീകരരെയും അതുപോലെ തന്നെ ഗാസയിൽ ഏതാണ്ട് 6 ഭീകരരെയും കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഫ അതിർത്തിയിലും അതുപോലെ തന്നെ ലബനനിലെ ഒരു ഭീകര താവളത്തിലും, അതായത് ഹമാസിന് പരിശീലനം നൽകുന്ന ഭീകര താവളത്തിലുമാണ് ശക്തമായ ഇസ്രയേൽ സൈനിക നടപടി ഉണ്ടായത് എന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന തന്നെ അറിയിക്കുന്നത്. ഇത്തരത്തിൽ വീണ്ടും ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു നീക്കം തുടർച്ചയായി ഈ ഹമാസിന്റെയും ലബനനിൽ തന്നെയുള്ള ചില ഭീകര സംവിധാനങ്ങളുടെ സഹായത്തോടെ മറ്റ് ചില ഹമാസ് പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ജവാദ് എന്ന് പറയുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജവാദ് സിനാദി എന്ന് പറയുന്ന ഒരു ഭീകരനെ കൊലപ്പെടുത്തി എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. ലബനൻ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്കെതിരെ നേരത്തെ ആക്രമണങ്ങൾ ശക്തമാക്കിയ വിഭാഗത്തിന് നേതൃത്വം നൽകിയ ഈ ഭീകരനെയാണ് കൊലപ്പെടുത്തിയത്. അത്തരത്തിൽ ലബനനിലും അതുപോലെ തന്നെ ഈ ഗാസയുടെ പല പ്രദേശങ്ങളിലും ഇപ്പോഴും ഇത്തരത്തിലുള്ള ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ അവരെ എല്ലാം തന്നെ ഒഴിവാക്കുക എന്ന കർശന നടപടി തുടരുമെന്നാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രതിരോധ സേന അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. തുടർച്ചയായി നടന്ന ഇന്നലെ 2 ഘട്ടങ്ങളിലായി നടന്ന ആ ഒരു സൈനിക നടപടിയിലാണ് ഈ ഒരു നീക്കം ഉണ്ടായത്. ഇത്തരത്തിൽ ഭീകരരെ ഇല്ലാതാക്കുന്ന ഒരു നടപടി ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർശനമായ സൈനിക നടപടികൾ ഇനിയും തുടരുമെന്നും ഇസ്രയേലിന്റെ പ്രതിരോധത്തെ അല്ലെങ്കിൽ സുരക്ഷയെ കാര്യക്ഷമമായി ബാധിക്കുന്ന അല്ലെങ്കിൽ അനുകൂലമല്ലാതെ ചില നിലപാടുകൾ, ഇസ്രയേലിന്റെ പ്രതിരോധത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ചില നിലപാടുകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും കർശന നടപടി ഉണ്ടാകുമെന്ന ഉറച്ച നീക്കം തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രതിരോധ സേന മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ശരി ഐസൻ, ഗാസയിലും ലബനനിലും ഭീകരർക്കെതിരെ ഇസ്രയേലിന്റെ ശക്തമായ സൈനിക നടപടി. നിരവധി ഭീകരരെ ഇസ്രയേൽ വധിച്ചിട്ടുമുണ്ട്.